ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യരോ എന്നെ ദ്രോഹിട്ട പ്രശ്നം ദിവ്യ ശ്രീധർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദിവ്യ ശ്രീധറുടെ ലൈഫ് പൊട്ടിപ്പോയോ, അവര് വേർപിരിഞ്ഞോ, അല്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി. ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും ഈ അടുത്ത സമയത്താണ് അവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ 2014 അന്ന് സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ആ ഒരു വിഷയം. അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത്ര വയസ്സ് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. ഇവക്ക് നാണമില്ലേ കളവനെ കല്യാണം കഴിക്കാൻ? അയ്യേ അങ്ങനെ കണ്ടില്ലേ, അയ്യേ പടുകളവൻ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന് ബോഡി ഷെയിം ചെയ്തേക്കുന്നത്. ഇതെന്തോ ഊടായ്പി പെട്ടുപോയത് അങ്ങണ്ട എന്തോ പൊക്കിയത് എങ്ങനെ അദ്ദേഹത്തിനെ പെടുത്തിയതാണ് ഇവര്. ഉറപ്പാണ്, 100% ഉറപ്പാണ്. എന്തൊക്കെ കഥകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ, കഥകളോടെ കഥകൾ. ആ സമയത്ത് ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. മൂപ്പൻസ് വ്ളോഗ് അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുൽ വ്ളോഗ്സ്, BB ഹിയർ, ലൈഫ് ഓഫ് അനന്തു, രാജ് ടോക്ക്, ഞാനാ, എൻ്റെ അറിവിൽ ഇത്ര ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ദിവ്യ ശ്രീധറിന്റെ ഒരു ഫോട്ടോ കാണാനിടയായിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഇട്ട് കണ്ടപ്പോൾ ഞാൻ പോയി സ്റ്റോറി നോക്കിയപ്പോൾ ദേ കിടക്കുന്നു ചേച്ചിയുടെ ഇവിടെ പാട്. നമ്മുടെ CID വാവാച്ചിയൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്ന അടി കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. വാവാച്ചി ആരാന്നൊന്നും ഞാൻ ഇവിടെ പറഞ്ഞില്ല, എൻ്റെ വായന വീണ് പോയതാ. പിന്നെ ഇവരുടെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ഉണ്ടല്ലോ, ഇല്ല ഒരു കുഞ്ഞു കുരങ്ങുകുട്ടൻ ഒരു പാവയൊക്കെ കൊണ്ട് നടക്കുന്നത്, അതുപോലെയുള്ള കുറച്ച് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത്, BGM ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ, അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും. അതിൻ്റെ താഴെ വരുന്ന മൊത്തം കമൻറ്റുകളെന്ന് വെച്ചാൽ ചേച്ചി എന്ത് പറ്റി, ചേച്ചി ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. നേരത്തെ ഇവരെ ബോഡി ഷെയിം ചെയ്ത ആൾക്കാർ വരെ ചേച്ചി എന്ത് പറ്റിയെന്ന്. ഓക്കെ, അങ്ങനെ വീഡിയോ ചേച്ചി അങ്ങോട്ട് സ്റ്റോറിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ രാജെണ്ണ എടുത്ത് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. സോഷ്യൽ മീഡിയ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യും. രാജ് ടോക്കിനെതിരെ ഒരു വീഡിയോ ഇപ്പോൾ ചേച്ചി ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലുള്ള പാടൊക്കെ ആയിട്ട് വെക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ വരെ ചോദിക്കത്തില്ല എന്ത് പറ്റി മോളെ ക്രിസ് അടിച്ചോ? സ്വാഭാവികമായിട്ടും ചോദിക്കാതിരിക്കുമോ? നിങ്ങൾ തന്നെ പറ. വിവരമുള്ളവർ ചോദിക്കുവോ? ഞാനിപ്പോൾ ഒരു സ്റ്റോറി ഒരു നെറ്റ് മുറിഞ്ഞിട്ടിടുവാണെങ്കിൽ എന്നോട് ചോദിക്കത്തില്ലേ? അതുപോലെ എന്തൊരു സംഭവം ഇട്ടപ്പോഴാണ് ആൾക്കാർ ചോദിച്ചത്. രാജ് ടോക്ക് എടുത്ത് റിയാക്ട് ചെയ്തു. അയാൾ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഈ പറഞ്ഞ ക്രിസ് എടുത്തിട്ട് താങ്ങിയതാണോ, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും രാജ് ടോക്കിന്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ചേച്ചി രാജ് ടോക്കിനെതിരായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാജ് ടോക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് വെക്കുക. രാജണ്ണ, ഞാൻ ചേട്ടന്നാണ് വിളിക്കുന്നത്. ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും പുള്ളിയോടൊക്കെ. എനിക്ക് ഭയങ്കര കാര്യമൊക്കെ തന്നെയാണ്. ഒരു 3-4 മാസത്തിനിടയ്ക്കൊക്കെ ഒന്ന് വിളിക്കും. കാരണം അങ്ങനെയാണ് എല്ലാ ബന്ധവും. എന്താ പറയണ്ടേ, നല്ല രീതിയിൽ പോകണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് എല്ലാ കാര്യത്തിലും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാ. പിന്നെ എനിക്കൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ദിവ്യ ശ്രീധരൻ ഇത് നിങ്ങൾ കാണുവാണെങ്കിൽ ചോദിക്കാം, നിങ്ങൾ റീച്ചിന് വേണ്ടിയാണോ ചെയ്യുന്നത് ഇതൊക്കെ, അതോ നിങ്ങളുടെ ഏതെങ്കിലും സീരിയലിന്റെ പുതിയതിന് വേണ്ടിയുള്ള ഇതാണോ ഇപ്പൊ കാണിച്ചത്? ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്നാലും ചേച്ചിയുടെ വീഡിയോ ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഇപ്പം മൊത്തം ഇരുന്നത് കാണാം. അതിനു മുമ്പ് രാജെണ്ണം പറഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് ഷടപടാന്ന് പറഞ്ഞ് തീർത്തേക്കാം. എന്തിനാ വെറുതെ ഇങ്ങനെ നീട്ടി പോകുന്നേ? CID വാവച്ചി പറയുന്നതെന്ന് ഞാൻ വെച്ചുതരാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാജണ്ണന്റെ വെക്കാം. പോസ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റിയിൽ മുറിവ് പാടുകളുണ്ട്. ഇത് മേക്കപ്പ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. അടി കിട്ടിയതുപോലെ തന്നെയാണ് തോന്നുന്നത്. അടി മീൻസ് ക്രിസ് വേണുഗോപാൽ അടിച്ചെന്നല്ല ഞാൻ പറയുന്നത്, അല്ലാണ്ട് എവിടെ നിന്ന് അടി കിട്ടുകയോ വീഴുകയോ എന്തോ ചെയ്തിട്ടുണ്ട്, എന്തോ നല്ലൊരു പാടുണ്ട്. അതില് പറഞ്ഞത് എന്തായാലും നമുക്ക് രാജാണ്ണന്റെ ഇത് വെക്കാം. പുള്ളി ഒന്നും വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മാന്യമായിട്ട് സംസാരിച്ചു പോവായിരുന്നു. ഓക്കെ, ഞാൻ തോറ്റു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ദിവ്യ ശ്രീധർ, നിങ്ങൾ മറന്നു കാണത്തില്ല, ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാൽ ഇവരുടെ കല്യാണം ഒരു ആഘോഷമായിട്ടാണ് സോഷ്യൽ മീഡിയ എടുത്തത്. അതായത് 2024 എനിക്ക് തോന്നുന്നു ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാലിനെ വിവാഹം കഴിക്കുന്നു. ദിവ്യ ശ്രീധറിന് അപ്പോൾ 38 വയസ്സായിരുന്നു. ക്രിസ് വേണുഗോപാലിന് 49 വയസ്സ്, ഏതാണ്ട് 11 വയസ്സ് അധികമുള്ള ഒരാളെ പിന്നീട് വിവാഹം കഴിക്കുന്നു. അത് ആദ്യമൊക്കെ കുറച്ച് വിവാദമായി. അതായത് ഇത്രയും പുള്ളി അറിയാമല്ലോ, പുള്ളി താടിയൊക്കെ വളർത്തി ഇത്രയൊക്കെ നീട്ടി നിറച്ച താടി, അപ്പോൾ ഒരു വയസ്സിനെ എന്തിനു കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറച്ച് ഈ പറയുന്ന അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, കുറേ പേര് വിമർശിക്കും. പക്ഷേ നമ്മൾ ടോട്ടലി നോക്കി കഴിഞ്ഞാൽ എല്ലാവരും വളരെയധികം ആഘോഷിക്കും, വളരെയധികം വൈറലായി നിന്ന ഒരു വിവാഹം കൂടിയായിരുന്നു ഈ പറയുന്ന ക്രിസ് വേണുഗോപാലിന്റെയും ഈ ദിവ്യ ശ്രീധറുടെയും വിവാഹം. ദിവ്യ ശ്രീധറുടെ രണ്ടാമത് ഞാൻ ഈ ഒരു വീഡിയോ കൂടുതലായിട്ടും വെക്കുന്നില്ല. നിങ്ങൾക്ക് ലാഗ് അടിച്ച് ബോറടിക്കും ഉള്ള കാര്യം പറയില്ല. കാരണം
അയ്യോ രാജണ്ണന്റെ വീഡിയോ അല്ല ഞാൻ ഈ പറയാമെന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം പോകും. എൻ്റെ വീഡിയോക്ക് ഇപ്പോൾ 20-25 മിനിറ്റ് ഒക്കെ കയറുകയൊക്കെ ചെയ്യും. ആ ചേച്ചിയുടെ സംഭാഷണം നമുക്ക് വെക്കേണ്ടതല്ലേ. രാജ് ടോക്കിന്റെ അക്കൗണ്ടിൽ കയറിയിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും പുള്ളി അത് എങ്ങനെ പ്രസന്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ. ആൾക്കാരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. പുള്ളിയാണ് ആദ്യം ഒരു വിഷയം ചെയ്തത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്രിസ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും ശരി, നിങ്ങളെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. എനിക്കൊരു 10 മിനിറ്റ് മുമ്പ് ആ ഒരു ഇഷ്ടം പോയെന്ന് ഞാൻ അങ്ങ് പറയാം. ആ രാജ് ടോക്കിന്റെ തുടക്കം തന്നെ ഞാൻ കണ്ടപ്പോഴേ എനിക്ക് ഏതാണ്ട് കൂട്ടായപ്പോൾ ആ ചേച്ചി വന്നിട്ട് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചപ്പോൾ നിങ്ങളെ വെറും ബിഗ് സീറോയിലോട്ട് ഇവിടുത്തെ ജനങ്ങൾ കൊണ്ടുപോയപ്പോൾ കളിയാക്കി പോയപ്പോൾ പിടിച്ച് കയറ്റി നല്ല പോസിറ്റീവായിട്ട് സംസാരിച്ച വ്യക്തികളാണ് ഇവരൊക്കെ. ആ ചേച്ചിക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഭയങ്കര പുച്ഛവും കാര്യങ്ങളൊക്കെ തന്നെ. നിങ്ങളുടെ ഒരു വിഷയം ഇങ്ങനെ നിങ്ങൾ സ്റ്റാറ്റസും കാര്യങ്ങളും ഇട്ടപ്പം പുള്ളി അതെടുത്ത് റിയാക്ട് ചെയ്തു. അത് അത്ര വലിയ തെറ്റാണെന്നൊന്നും തോന്നില്ല. നിങ്ങളുടെ ഭാഗത്താ തെറ്റ്. കാരണം ഇത്രയും ഫേമിൽ നിൽക്കുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയ കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഓരോ ഇതിടുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. അത് ചിന്തിക്കാനുള്ള ഒരു ബോധവും കാര്യങ്ങളും നിങ്ങൾക്കില്ലേ? പോട്ടെ, ഇദ്ദേഹം ക്രിസ് വേണുഗോപാൽ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ മൂവീസും കന്നഡ, തെലുങ്ക്, അത് ഇത് മറ്റേത് മറിച്ചത് എല്ലാ മൂവീസും ഇരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ മലയാളികൾ ഇവിടുത്തെ സീരിയലിൽ മാത്രം കണ്ടു പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിലും അദ്ദേഹം ഏതൊക്കെ പുരസ്കാരങ്ങൾ ഏതൊക്കെ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ എല്ലാം നമുക്കറിയാം. ശരിക്കും മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ വൈഫ് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു യൂട്യൂബർ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇത്ര പോരാ പ്രസംഗിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല. പറയാൻ മനസ്സിലാവും മേഡം, നിങ്ങൾക്ക് അതുപോലെ റെസ്പെക്ട് ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ റീച്ചിൻ്റെയോ ഇതിൻ്റെ ഒരു ആവശ്യമില്ല സത്യം പറയാനാ. പിന്നെ ഇത് എന്തിനു വേണ്ടി ഇങ്ങനെ കാണിച്ചു എന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ചുമ്മാ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയോ? പിന്നെ ഈ അടുത്ത സമയത്ത് നിങ്ങളുടെ ബ്രദറിന്റെ കല്യാണം, നിങ്ങൾ ഡാൻസ് കളിക്കുന്നത്, ഞങ്ങളുടെ അമ്മയൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പറയാം, ഇതാടാ മോനെ ഫാമിലി, ഒരു ജാടയില്ല, ഭയങ്കര ഒരു എന്താ പറയണ്ടേ, നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ അനിയനോടുള്ള സ്നേഹവും ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കും. നിങ്ങൾ തന്നിട്ട് ഇപ്പൊ ഇവർ സംസാരിക്കുന്നതെന്ന് വെച്ചുതരാം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഓൺ വോയിസിൽ വരാൻ കാരണം ഞാൻ നല്ല ഉറക്കമായിരുന്നേ. എനിക്ക് 4-5 ദിവസമായിട്ട് പനിയാണ്. ഇപ്പോഴത്തെ പനി അറിയാലോ, ശബ്ദമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ തീരെ വയ്യായിരുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ എനിക്ക് ഫോൺ എടുക്കേണ്ട ഒരു അവസ്ഥയിലും അല്ലായിരുന്നു. നല്ല ക്ഷീണമായിരുന്നു, ഗുളിക കഴിക്കുന്നുണ്ടേ. അപ്പൊ എനിക്ക് പനീന്റെ തെളിവ് ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, ദിവ്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞേ ഒന്നുമില്ല. അപ്പൊ അതിന്റെ കാരണം പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താന്ന് ചോദിച്ചപ്പോ ഒരു പ്രശ്നമൊന്നുമില്ല, എന്താണ് ചോദിച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ റീലില്. അപ്പൊ അത് ഒരു രാജ് ടോക്ക് എന്ന് പറഞ്ഞ ഒരു ചാനൽ എടുത്തിട്ടിട്ട് അതിനകത്ത് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ രാജ് ടോക്ക് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ആ ലിങ്ക് ഒന്ന് അയക്കെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. രാജ് ടോക്കിന് എന്താണ് പ്രശ്നം? രാജ് ടോക്കിന്റെ മുതലാളി ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചത് രാജ് ടോക്കിന്റെ മുതലാളി കണ്ടോ? ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലേ. എന്റെ നെറ്റിയിൽ എവിടെയാണ് പാട്? എന്റെ നെറ്റിയിലോ എന്റെ മുഖത്തോ എന്റെ ശരീരത്തോ ഒരു പാടുമില്ല. ക്രിസ് വേണുഗോപാൽ ഈ രാജ് ടോക്കിന്റെ മുതലാളി എന്ന് പറയുമ്പോൾ അത് എന്താ അർത്ഥത്തിലാണ് മേഡം ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡ് ഈ പറയുന്ന രാജിന്റെ മുതലാളിയാണോ? എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. രാജ് ടോക്കിന്റെ മുതലാളി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വലിപ്പോ ചെറുപ്പോ അങ്ങനൊന്നും ഇല്ല ചേച്ചി. ഒരു കാര്യം തുറന്ന് പറയാം, പ്രത്യേകിച്ച് ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർക്ക് നാട്ടുകാരൊരു പേരിട്ടിട്ടുണ്ട്, ജോലിയും കൂലിയില്ലാതെ തെണ്ടി നടക്കുന്ന കുറെ അമ്മമാർ ഒരു ഫോണും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കൊണയടിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എന്ത് ജോലിയുണ്ട്, ഞങ്ങൾ എങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഈ സംസാര രീതികളൊക്കെ ഉണ്ടല്ലോ, ഒട്ടും ശരിയല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇട്ട പോസ്റ്റിനുള്ള മറുപടി എന്നല്ല, അദ്ദേഹം ഒരു ഡൗട്ട് ഓരോ കാര്യങ്ങൾ അയാളുടെ അഭിപ്രായം പറയുന്നത് ആർക്കും പറയാം. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സ് ഓഫ് ചെയ്യാം. ഓക്കെ, ഞാനിടുന്ന പോസ്റ്റിന് ആരും കമന്റ് ചെയ്യണ്ട, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യാം. ഇത് ആൾക്കാർ ഓരോ കമന്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരും. ഞങ്ങളെ പോലുള്ള ആൾക്കാർ അതിൽ വീഡിയോയിലേക്ക് പ്രസന്റ് ചെയ്യും. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. മേഡത്തിന്റെ ഓരോ സംസാര രീതികളൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കുക, പണ്ട് സംസാരവും ഇപ്പോഴത്തെ സംസാരവും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളെ, ഓരോ മനുഷ്യന്റെ ഓരോ രീതികളും കാര്യങ്ങളും ഒക്കെ. ഇതിനോടൊന്നും ഒട്ടും യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ചേച്ചി. ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുണ്ടാക്കി റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യും. ജനങ്ങളെ പറ്റിക്കുന്ന കാര്യമാണെങ്കിൽ അത് തുറന്ന് കാണിക്കുന്നത് ഞങ്ങളുടെ ഒരു ശീലമാണ്.
ഓക്കെ, ഇതിപ്പം എത്ര വലിയ ദൈവം തമ്പുരാനാണെങ്കിലും ശരി, മുന്നിൽ നിൽക്കുന്നെങ്കിൽ അത് പറയേണ്ട കാര്യങ്ങളോ അത് ഓപ്പണായിട്ട് തുറന്ന് പറയുക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഗോപാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇതുവരെ എന്നെ തല്ലിയിട്ടോ എന്നെ ദ്രോഹിച്ചിട്ടോ ഇല്ല. നിങ്ങൾക്ക് ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കാൻ ആരാണ് ലൈസൻസ് തന്നത്? ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും എന്ത് ചെയ്യുന്നു? ഇപ്പം രേഖ രതീഷ് കഴിഞ്ഞു, രേണുസുതി കഴിഞ്ഞു, ഇനിയിപ്പം പഴയ സ്റ്റാർട്ടിങ് ഞാനാണല്ലോ ഉണ്ടായത്. അപ്പൊ ദിവ്യ ശ്രീധർക്ക് എന്ത് പറ്റി? ദിവ്യ ശ്രീധർ അങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം, ദിവ്യ ശ്രീധർ സങ്കടമുള്ള വീഡിയോ ഇട്ട പ്രശ്നം, ദിവ്യ ശ്രീധർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദിവ്യ ശ്രീധറുടെ ലൈഫ് പൊട്ടിപ്പോയോ, അവര് വേർപിരിഞ്ഞോ, അല്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി ഭയങ്കര ഉത്കണ്ഠയാണല്ലേ രാജ് ടോക്കിന്. ആറ്റിറ്റ്യൂഡ് രേണുസുതി കഴിഞ്ഞോ, രേഖ കഴിഞ്ഞോ, പിന്നെ ഫസ്റ്റ് നിങ്ങളെ ചൂസ് ചെയ്തത് ദിവ്യ എന്തോ ശ്രീധർ. ഓക്കെ എന്തെങ്കിലും ആവട്ടെ മേഡം. സോഷ്യൽ മീഡിയയില ഫേസ്ബുക്കിൽ കമന്റ്, പഴയ കല്യാണത്തിന്റെ വീഡിയോയുടെ താഴത്തെ കമന്റ് എടുത്ത് നോക്കിയാൽ മതി. പൂരത്തെറിവിളിയല്ലായിരുന്നു ആൾക്കാർ പറയുന്ന ഓരോ വാചകങ്ങൾ. അന്ന് ഈ സമയത്ത് നിങ്ങളിപ്പോൾ പറയുന്ന ഈ രാജ് ടോക്കും മൂപ്പൻസ് വ്ലോഗും ഈ പറയുന്ന വി ഹിയർ, ഞാനാ അതുലെല്ലാവരും നിങ്ങൾക്ക് പക്ക സപ്പോർട്ടായിട്ടാണ് ചെയ്തത്. ഇവിടുത്തെ റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും നിങ്ങൾക്കായിരുന്നു. കണ്ടു പഠിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ തലമുറയിലുള്ളവരാണെങ്കിൽ പോലും ആ ഒരു പ്രണയം കണ്ടു പഠിക്കണം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ആ ഒരു വീഡിയോ കാണുമ്പോൾ. ഞങ്ങൾക്കൊരു ഇതായിരുന്നു, മനസ്സിലായോ? അല്ലാതെ രേണുസുതി അതിന്റെ കഥ ഇങ്ങോട്ട് ഇറക്കല്ലേ. അതെന്താണെന്ന് അതിന്റെ A to Z കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് നല്ല രീതിയിൽ അറിയാം ചേച്ചി രേണുസുതിയുടെ കാര്യങ്ങൾ. പിന്നെ രേഖ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ വിഷയം ഞാൻ അത് തൊട്ടിട്ടൊന്നുമില്ല. അതിന്റെ തൊടാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു പയ്യനുണ്ട്. ആ പയ്യന് ശരിക്കും അതൊരു വിഷമമായി പോയെന്നുള്ള രീതിയിൽ സ്കൂളിലെ കുട്ടികൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ ആ ഒരു വിഷയം തൊട്ടില്ലായിരുന്നു സത്യം പറഞ്ഞത്. പിന്നെ രേഖയുടെ ആ വിഷയം വന്ന സമയത്ത് രേഖയ്ക്ക് പറയാമായിരുന്നു മറുനാടൻ ചാനലാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇതെല്ലാ യൂട്യൂബേഴ്സിന്റെ നെഞ്ചത്തോടെ വെച്ച് തന്നത്. അതും കൂടെ ചേച്ചി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇത് എന്താ പറയാ, കഥയറിയാതെ വന്ന ആട്ടം കാണുന്നത്. ഇതിപ്പോൾ ചേച്ചി എന്തോ ഫെയിമിന് വേണ്ടി എന്തോ ചെയ്യുന്നതായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഞാൻ ആലോചിക്കുന്നത് ക്രിസ് വേണുഗോപാലിന്റെ വൈഫിന് അത്രയ്ക്ക് ക്ഷാമോ ഫെയിം കിട്ടാത്തതിന്? ഇനി ബിഗ് ബോസിൽ വല്ലതും പോകണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. സത്യം പറയില്ല ചേച്ചി, ഈ ഒരു കാര്യം കാണുമ്പോൾ എനിക്ക് ഒരു മനുഷ്യത്വം തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേര് കൊണ്ട് കേസ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാൻ ആ രാജണ്ണൻ്റെ വീഡിയോയും കാര്യങ്ങൾ കണ്ടപ്പോൾ അയാളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇത്രമാത്രം ഷോ എടുക്കാൻ മാത്രമായിട്ട് ഒന്നുമില്ല മേഡം. നാണമില്ലേ രാജ് ടോക്കെ? കുറച്ച് നാണമില്ലേ? രാജ് ടോക്ക് പറയുന്നത് അത് ഒറിജിനലായിട്ട് വന്ന മുറിവാണെന്നാണ്. അത് അടിച്ച മുറിവ് തന്നെയാണ്, അത് മേക്കപ്പ് ഒന്നും അല്ല, അത് ഒറിജിനലാണെന്നാണ് രാജ് ടോക്ക് പറയുന്നത്. രാജ് ടോക്ക് ഒന്ന് വന്ന് നോക്ക് ഒറിജിനലാണോന്ന്. എന്റെ ധീര എന്ന് പറയുന്ന വെബ് സീരീസ് മേക്കപ്പ് ചെയ്ത മുരുകൻ ചേട്ടനി ഒത്തിരി താങ്ക്സ് ആ ഒറിജിനാലിറ്റി കൊണ്ടുവന്നതിന്. ഞാനൊരു വെബ് സീരീസ് ചെയ്തതിന്റെ ഒരു സീനിലെ പോർഷൻസ് ആണ് സംഭവം. അതില് എനിക്ക് ആക്സിഡന്റ് പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് മേക്കപ്പ് അങ്ങനെയായിരുന്നു ചെയ്തത്. പിന്നീടാണ് ഞാൻ വേറൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സോങ് വേഷങ്ങൾ ജന്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു സോങ്ങും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ കാണാനില്ല, ഞാനത് എടുത്തു തരാം. അപ്പോ ഇപ്പൊ ദിവ്യ ശ്രീധർ കല്യാണം കഴിച്ചതിന്റെ പേര് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സങ്കടമുള്ള ഒരു വീഡിയോ ഇടാൻ പറ്റില്ല, നല്ലൊരു തീം ഇഷ്ടപ്പെട്ട അത് ഇടാൻ പറ്റില്ല, ഒന്നും ചെയ്യണ്ട. ഫുൾ ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ഇടണം. അങ്ങോട്ട് തിരിഞ്ഞ് കണ്ണുന്നൊന്ന് ജസ്റ്റ് വെള്ളം വരുന്നുണ്ടെങ്കിൽ സീൻ ചെയ്ത് അപ്പൊ പറയും ദിവ്യ ശ്രീധർക്ക് എന്തോ സംഭവിച്ചു. അത് തെച്ചടിയാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ. അയ്യോ എന്റെ ചേച്ചി, ഈ ദിവ്യ ശ്രീധർ അതല്ലേ നിങ്ങളുടെ പേരും ഈ പറയുന്ന രേണുസുതിയുടെ പേരും കൂടെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് വെച്ച് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങൾക്ക് രേണുസുതിയെ നല്ല രീതിയിൽ അറിയാം. ഈ പറയുന്നത് നിങ്ങൾ ആർക്കും അറിയത്തില്ല. പിന്നെ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വൈഫ് എന്ന് മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ അറിയത്തേ ഉള്ളൂ. മേഡത്തിന് ഇപ്പം മേഡം മേക്കപ്പ് മാനൊരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തല്ലോ, ഭയങ്കര സന്തോഷം. പുള്ളിയുടെ പരിപാടി എന്തെങ്കിലും കുറച്ച് ആൾക്കാർ എന്താ പറയണ്ടേ ക്ലിക്കായല്ലോ, കുറച്ചും കൂടെ ആൾക്കാരുടെ അടുത്തോട്ട് ചെല്ലുമല്ലോ. ഞാൻ ഇവിടെ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്ര ഓവർ ആവേണ്ട ഒരു ആവശ്യമില്ല മേഡം ഭയങ്കരമായിട്ട് ഓവറാവും. ഇതൊന്നും ഇവിടെ വന്ന് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതെന്തോ മുൻകൂട്ടി ചെയ്ത് പ്ലാൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരെന്തോ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യം ഉണ്ടായിട്ട് കുറേ സെന്റിമെന്റ്സ് വോയിസോ അതും മീൻസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുക്കുന്നു, പിന്നെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഇത് ആരെങ്കിലും എടുത്തൊക്കെ റിയാക്ട് ചെയ്യും, എന്നിട്ട് അവരുടെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി
എനിക്കറിയത്തില്ല എന്താണ് എന്നൊരു പിടുത്തം. എന്തോ ആൽബോ ഷോർട്ട് ഫിലിമോ ഏതാണ്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇനി അതിനുള്ള പ്രൊമോഷൻ ആണോ ഇനി? അങ്ങനെ ആവാം, ഇപ്പോഴത്തെ രീതികളാണല്ലോ. കാരണം ഈ അടുത്ത സമയത്ത് നമ്മുടെ ജാസ്മിൻ ജാഫർ ഉണ്ടല്ലോ, ബിഗ് ബോസിലെ ഗബ്രിയായിട്ട് അൺഫോളോ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആൽബം ഇറങ്ങാൻ പോകുന്ന സമയത്ത് അപ്പോഴത്തേക്ക് ആൾക്കാർ പോയി സെർച്ച് ചെയ്യും, ഇവർ തമ്മിൽ പിരിഞ്ഞോ. അപ്പോഴത്തേക്ക് ഇവർ ആൽബം വരും. അപ്പോഴത്തേക്ക് എല്ലാവരും പോയി ആൽബം പോയി നോക്കും, കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടി. ചേച്ചി ആ പരിപാടി എടുത്ത വല്ലതാണോ? എന്തായാലും ഈ കൂട്ടത്തിൽ മേക്കപ്പ് ചേട്ടൻ എന്തായാലും ഒന്ന് ഫേം ആയിട്ടുണ്ട്. പുള്ളിയുടെ ഫോട്ടോയും കൂടെ വെച്ചായിരുന്നു ഈ പുള്ളിക്ക് നല്ല വർക്കും കാര്യങ്ങളും കിട്ടിയാൽ. ഓക്കെ, കമന്റ്സുകളൊക്കെ വന്നോട്ടെ, അതിന് റിപ്ലൈ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വേണ്ടാത്ത രീതിയിൽ ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കി വീഡിയോ ഇടുന്ന രാജ് ടോക്കിനെ പോലെയുള്ള ചാനലുകാരെ എന്ത് ചെയ്യണം? രാജ് ടോക്ക് പറയുന്നത് എന്നെ അടിച്ച പാടാണ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ കണ്ടോ ഞാനും ക്രിസ്തും തമ്മിലുള്ള പ്രശ്നം? നിങ്ങൾ കണ്ടോ? അതായത് നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് അറിയോ? എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ക്രിസ്തു എന്നെ അടിക്കുന്നത് നിങ്ങൾ കണ്ടോ? രാജ് ടോക്കിനോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ കണ്ടോ? ഇല്ലാത്ത കഥകൾ കെട്ടിപ്പൊക്കി വീഡിയോ ഇടാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? കുറച്ച് നാണം വേണ്ട നിങ്ങൾക്ക് മാസ വരുമാനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ വേണ്ടി കുറച്ച് നാണം വേണ്ടേ? ഞാനിപ്പോ ഒരു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്കുരങ്ങന്റെ വീഡിയോ, അതിലെ തീമുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഹാർട്ട് ടച്ചിങ് കുറെ ക്യാപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് അതിനകത്തേക്ക് വരുന്നത്. അതൊക്കെ എനിക്ക് അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് വ്യക്തികള് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിടുന്ന വീഡിയോസുകളൊക്കെ കണ്ട ഞാനത് സ്റ്റോറി ഇടാറുണ്ട്, ഞാനത് സേവ് ചെയ്ത് വെക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ. അതിപ്പോ എന്റെ സ്റ്റോറിയിൽ ഇട്ടതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതിട്ട എന്റെ ലൈഫ് മൊത്തം അങ്ങ് ചിന്നിച്ചിതറി എന്നാണോ അർത്ഥം? എനിക്ക് മനസ്സിലാവില്ല. ദിവ്യ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ദിവ്യക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ക്രിസ് വേണുഗോപാൽ എന്തോ ചെയ്തു, ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരൻ നമ്മളുടെ ജീവിതം എന്തോ നശിച്ചു, അങ്ങനെ ഇങ്ങനെ. നമ്മളെ ജീവിതം എന്തോ ആയ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്കൊരു റീച്ച് കിട്ടാനുള്ള മാസ വരുമാനം കിട്ടാൻ അന്നത്തിന് വേണ്ടിയിട്ട് നമ്മളെ ജീവിതം അല്ല ഇട്ട് കളിക്കേണ്ടത്, നിങ്ങളെ ലൈഫ്. എന്തായാലും ചേച്ചി റീച്ചിന് വേണ്ടി എന്തായാലും ചേച്ചിയുടെ കോണ്ടന്റ് എടുക്കുന്നത് തന്നെ ഏറ്റവും വലിയ ക്ഷാമമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് രേണുസുതിയെ പിടിച്ചു പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ടിരുന്നാൽ പോരെ. ഞങ്ങൾക്ക് സ്ഥിരം ചെയ്യുന്ന കോണ്ടന്റ് ആണ്. ഞങ്ങൾക്ക് അതിനൊരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടാൽ മാത്രം മതി. നിങ്ങളെ പൊക്കിക്കൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ല ഇവിടുത്തെ യൂട്യൂബേഴ്സിനും കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള കല്യാണം വന്നപ്പോഴാണ് 10 ആൾക്കാർ നിങ്ങളെ അറിയാൻ തുടങ്ങിയത് തന്നെ. പറഞ്ഞു മനസ്സിലായോ? ഞങ്ങൾ അങ്ങനെ കൂട്ടുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളൊരു ഷോർട്ട് ഫിലിം വരുവാണെങ്കിലോ ഒരു മനുഷ്യനും കാണത്തുമില്ല. ഇപ്പൊ ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി കഴിഞ്ഞിട്ട് നാളെ ഇറക്കി വിടുവാണെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം വൈറലായെന്നിരിക്കാം. ഒരു കാര്യം ഞാൻ പറയാൻ ചേച്ചി, ഇതിങ്ങനെ സംസാരിച്ച് നീട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല, നടത്തേ ഉള്ളൂ. ഉള്ള കാര്യം പറയില്ല. ആ വലിയൊരു മനുഷ്യന്റെ വിലയും കൂടെ കളഞ്ഞു കുളിപ്പിക്കരുത് നിങ്ങളായിട്ട് വന്നിട്ട്. പിന്നെ രാജണ്ണൻ അങ്ങനെ വീഡിയോ പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തമ്പിലേന് എല്ലാവരും അങ്ങനെയാണ് മിസ്ലീഡിങ് കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യും. അതാണോ ചേച്ചിക്ക് ഇത്ര മോശമായിട്ട് തോന്നുകയൊക്കെ ചെയ്തത്? ഇതൊക്കെ ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ അമ്മയെ തല്ലിയ 2 പക്ഷം എന്നാണ് ചേച്ചി പറയുന്നത്. അതും കൂടെ ചേച്ചി ഒന്ന് മനസ്സിലാക്കി നല്ലതായിരിക്കും. എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളുടെ വില തന്നെ കൊണ്ട് കളയുകയാണ് സത്യം പറഞ്ഞ് ചെയ്തത്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ പേരിൽ എന്ത് വന്നാലും ഒരു വിഷയമായിട്ടുള്ള കാര്യങ്ങളുമില്ല. ഈ ഒരു കാര്യത്തിൽ ഞാൻ രാജന്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ. അതങ്ങനെയാണ് ചേച്ചി. നിങ്ങൾ ഇട്ട് കളിച്ചത് നിങ്ങൾ പൊങ്കാലയിട്, നിങ്ങളെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ പൊങ്കാലയിട്. എന്നിട്ട് നിങ്ങളെ റീച്ച് ഉണ്ടാക്ക്. നിങ്ങളുടെ അടുപ്പ് പോകഞ്ഞോ നോക്കിയിട്ട് പോരെ മറ്റുള്ളവരുടെ അടുപ്പ് പോകഞ്ഞോ നോക്കുന്നത്? നിങ്ങളുടെ ലൈഫ് എങ്ങനെയാ പോകുന്നത്? സ്വന്തം പല്ലിക്കുത്ത് നാറ്റിക്കാതെ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നുണ്ടോ നിങ്ങൾ ഒന്ന് അന്വേഷിക്കും. കേട്ടില്ലേ? നമ്മുടെ ലൈഫിൽ ഒരു കുഴപ്പമില്ല, ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. നിങ്ങളായിട്ട് ഇനി പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇത് എന്തൊരു കഷ്ടമാണ്. നാണമില്ല രാജ് ടോക്കിങ്. എങ്ങനെ ഒരാളെ ലൈഫിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തിപ്പൊക്കി സ്വയം മെനഞ്ഞെടുത്ത് കഥകൾ ഉണ്ടാക്കാൻ പറ്റുന്നു? നിങ്ങളെ ചാനൽ പൂട്ടിക്കും. ഞാൻ പറഞ്ഞേക്കാം, ചാനൽ പൂട്ടിക്കും. ഞങ്ങളുടെ പിറകെ നിങ്ങൾ വരണ്ട. കേട്ടില്ലേ? ഞങ്ങളുടെ പിറകെ നിങ്ങൾ ചേച്ചിക്ക് ചാനൽ പൂട്ടിക്കാൻ പറ്റുമോ? കൂടി ഒന്ന് സ്ട്രൈക്ക് അടിക്കുമായിരിക്കും. അടിച്ചോ. എന്റെയും കൂടെ വീട് ഞാൻ ഇവിടെ വെച്ചേക്കാം. ചേച്ചിക്ക് ധൈര്യമായിട്ട് അടിച്ചോ. പറ്റുമോ ചേച്ചിക്ക്? എന്താ ചേച്ചി ഇവിടെ ആരും നശിച്ച് കാണണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നൊന്നുമില്ല. അതും കൂടെ മനസ്സിലാക്കണം. ഒരു രേഖ കഴിഞ്ഞിട്ട് അടുത്ത് ഇനി ചേച്ചി രേണു ഇങ്ങനൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയില എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, എന്തായാലും നമ്മളെയൊക്കെ വേറെ കണ്ണുകൊണ്ട് എല്ലാവരും കാണുന്നത്. റിയാക്ഷൻ ചെയ്യുന്നവരുടെ വില എന്തെങ്കിലും ഒരു ദിവസം ഇനിയെങ്കിലും മനസ്സിലാകും.
ദിവ്യ ശ്രീധർ ഇങ്ങനെ കുറെ റീൽസ് സങ്കടമുള്ള റീൽസ് ഇട്ടിട്ടുണ്ട്. അവര് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കുട്ടിക്കുരങ്ങല്ല ആ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ സ്റ്റോറി ഇട്ടത്. അവർ വേർപിരിഞ്ഞോ, ക്രിസ് വേണുഗോപാൽ അടിച്ചു. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, നാമൊക്കെ കുഴഞ്ഞു പോവുകയാണ്. കാരണം ഇത്രയും ഡോസിലെ ഗുളികയാണ് ഞാൻ കഴിക്കുന്നത്. 5 ദിവസമായി പനിയും കൊണ്ട് നിൽക്കുന്നത്. എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, രാജ് ടോക്കിനെ പോലെയുള്ള ഈ ഇത്തരം ചട്ടത്തുരം കാണിക്കുന്ന ചാനലുകളാണ് ആദ്യം പൂട്ടിക്കേണ്ടത്. ഇനി എന്നെ ക്രിസ് വേണുഗോപാൽ അടിച്ചതുമില്ല, എന്നെ ദ്രോഹിച്ചതുമില്ല, എന്നെ ഇതുവരെ ആ മനുഷ്യൻ ദ്രോഹിച്ചിട്ടില്ല. അത് സ്വന്തമായി ക്രിയേറ്റ് ചെയ്തെടുത്ത് എന്നെ അടിച്ചതാണ്, അത് ഒറിജിനലായിട്ട് ചെയ്തതാണ്. ധീര എന്ന് പറയുന്ന വെബ് സീരീസിന് വേണ്ടി എനിക്ക് മേക്കപ്പ് ചെയ്തത്. ഓ, എന്തോ വെബ് സീരീസാ ആ കൂട്ടത്തിൽ ചേച്ചി വെബ് സീരീസിന്റെ പേരൊക്കെ എടുത്ത് പറയാനുണ്ടല്ലോ. ഈ ഒരു സമയം കൊണ്ട് ആ പേരിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും, അത്യാവശ്യം റീച്ച് പോകും. നിങ്ങൾ ഇതൊക്കെ തന്നെ നോക്കുന്നത്, ഏത് പൊട്ടനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ചേച്ചി പറഞ്ഞാൽ മതി, ചേച്ചി ഞങ്ങൾ തന്നെ ചേച്ചിക്ക് പ്രൊമോട്ട് ചെയ്ത് തരാം, ഞങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്ത് തരാം. കഷ്ടം അത്രേ പറയുന്നുള്ളൂ. പിന്നെ ഞങ്ങളെപ്പോലുള്ള തുക്കട ചാനൽ ഉണ്ടായിരുന്നു അന്ന് നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്തത്. ഒരു ന്യൂസുകാർ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നല്ലോ. ഒന്ന് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കല്യാണ സമയത്തെ കുറെ പ്രശ്നങ്ങൾ, ആ രാജാണ്ണന്റെ ആണെങ്കിലും മൂപ്പൻസ് വ്ളോഗിന്റെ ഒക്കെ ചാനലിൽ പോയി കിടപ്പുണ്ട്, നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചേക്കുന്നതൊക്കെ. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓക്കെ, ഇനി കൂടുതലൊന്നും സംസാരിച്ച് വെറുതെ ഇതാക്കുന്നില്ല. കാരണം എന്താ പറയണ്ട, നമ്മൾ നല്ലതെന്നൊക്കെ കരുതുന്ന ആൾക്കാരെന്താ ഇങ്ങനെയൊക്കെയാണ് ആലോചിച്ച് പോകുന്നത്. ഇത് നിങ്ങൾ തന്നെ നിങ്ങളെ എന്താ പറയണ്ട കുഴി തോണ്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്ന് വെച്ച് ഞങ്ങൾ വൈരാഗ്യം തീർക്കാനോ അങ്ങനെ ഒന്നും ടൈപ്പ് ഒന്നുമില്ല. നാളെ നിങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടെങ്കിൽ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് പറയും. പിന്നെ ഒരു കാര്യം കൂടെ ചേച്ചി, ഈ തുക്കട ചാനലും ഈ രാജ് ടോക്കിനെ പോലുള്ളവന്മാരതൊക്കെ നിങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ. ന്യൂസിലാ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, എക്സാമ്പിൾ, ഒരു പെൺകുട്ടിയെ ഒരു ചെറുക്കൻ നശിപ്പിച്ചു, ന്യൂസുകാർ അങ്ങ് ആഘോഷിക്കും. പരസ്പര സമ്മതത്തോടെ നടന്ന കാര്യങ്ങളാണെങ്കിൽ ന്യൂസുകാർ അവൻ നശിപ്പിച്ചതായിട്ടുള്ള രീതിയിലായിരിക്കും പറഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മളെപ്പോലുള്ളവർ അതിൻ്റെ സത്യാവസ്ഥകളും കൊണ്ടുവന്നിട്ട് അതാണ് ഇതിൻ്റെ സത്യം എന്നൊക്കെ കറക്റ്റ് വിളിച്ച് പറയുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല അതെന്താ സംഭവം എന്നൊക്കെ. കാരണം ന്യൂസ് മാത്രം 100% വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർ എന്താണെന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ പലതും ഇവിടെ പല ആൾക്കാരും വളച്ചൊടിക്കുന്നതെല്ലാം കൊണ്ടുവന്ന് സത്യസന്ധമായിട്ട് വിളിച്ച് പറയുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ ഇതിൻ്റെ അപ്പുറം കേൾക്കും, അത് സ്വാഭാവികം. ഓക്കെ, ചേച്ചിയോട് കൂടുതൽ സംസാരിച്ചാലേ നമ്മൾ തന്നെ നാണക്കേട്. ചേച്ചി ഇങ്ങനെ റീച്ച് ഉണ്ടാക്കരുത്. അതായത് നിങ്ങളുടെ വെബ് സീരീസിന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കരുത് റീച്ച്. അത്രയും ഞാനിപ്പോൾ പറയുന്നത്. ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ.